A channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് 5 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒന്നും തന്നെ നമ്മളിതിൽ പറയുന്നില്ല. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള തരത്തിൽ എങ്ങനെ ഒരു ചോദ്യം വരാം ആ തരത്തിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, അതായത് മാർച്ച് മാസത്തിലെ ഓരോ ദിവസവും, അതായത് മാർച്ച് 1-ാം തീയതി, അതുപോലെ തന്നെ 2-ാം തീയതി, 3-ാം തീയതി, അങ്ങനെ ഓരോ ദിവസമായിട്ട് നമ്മൾ ഓരോ ദിവസത്തെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇടുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മളത് ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. ഏറ്റവും നല്ല തരത്തിലാണ് നമ്മൾ വീഡിയോകൾ ഇടുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ പറയുന്നു. ഫസ്റ്റ് ഈ കാണുന്നതാണ് മാർച്ച് 1-ത്തെ കറണ്ട് അഫയേഴ്സ്. ഇത് മാർച്ച് 2-ത്തെ, മാർച്ച് 3-ത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് പ്രധാനമാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കാരണം ഒരു മാർക്കിനെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല. കാരണം 2019 ലാസ്റ്റ് ഈ ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡ് കൊടുത്തത്. ഇപ്പോൾ 2024 കൊടുത്തത്. അപ്പോൾ ഇനി കൊടുക്കുന്ന വരെ ഈ 2024-ത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ആർക്കാണ് ഭാരത് രത്ന ലഭിച്ചതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് 1954, കാരണം ആദ്യം കൊടുത്തത് അന്നാണ്. അന്ന് മുതൽ 2024 വരെയുള്ള ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് 53 പേർക്ക് ഇതുവരെ, 55 പേർക്കോളം നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. 53. സോ അത്രയും പേരുടെ ഓർത്തിരിക്കണമെന്ന് ചോദിച്ചാൽ അത്രയും വേണ്ട. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവരെ മാത്രം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഏത് തരത്തിലാണ് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഈ ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദിച്ചിട്ടുള്ള സകല വീഡിയോ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. കാരണം നിങ്ങൾക്ക് ഒരു മാർക്ക് ഇതെന്ന് ഉറപ്പാണ്. ഒരു മാർക്കിന് ഇത് ചോദിക്കുകയും ചെയ്യും. അത് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മാർക്ക് തെറ്റടിക്കാണ്ട്, അതായത് നെഗറ്റീവ് അടിക്കാണ്ട് ഒരു മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. സോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ പറയുന്നു. അതുപോലെ തന്നെയാണ് വേറൊരു മേഖല എന്നാണ് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഗ്രാൻഡ് പ്രിക്സ്, അതായത് ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് കാർ റേസ് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ മൊണാക്കോ GP 2022 ആരാണ് നേടിയത്, അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പൊതുവെ എല്ലാ എക്സാമുകൾക്കും ഒരു മാർക്കിനെങ്കിലും ഇത് ചോദിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ 2022-ഉം 2023-ലും എങ്ങനെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആരൊക്കെയാണ് നേടിയത്, ഏതൊക്കെ സ്ഥലത്ത് വെച്ച് നടന്നതാണ്, സകല വീഡിയോ അതിൻ്റെ ബേസ് മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കാണാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് കിടക്കാം. ഫസ്റ്റ് ഇപ്പോൾ അറിയാം, അതായത് ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ഈ മൂഡീസ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താറുണ്ട് പൊതുവെ. അതായത് ഇത്ര ഇതിൽ ഇന്ത്യ വളരും എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മുമ്പ് പറഞ്ഞിരിക്കുന്നത് 6.1% ആണ് ഇന്ത്യ വളരുക എന്നാണ് പറഞ്ഞിരുന്നത്, ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ്. എന്നാൽ ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. 6.8% ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്നാണ് മൂഡീസ് പറഞ്ഞതെന്ന് നോക്കുക. സോ മുമ്പ് 6.1 ആണെങ്കിൽ ഇപ്പോൾ മോഡി പറയുന്നത് 6.8% ഇന്ത്യയുടെ വളർച്ചാ നിരക്കെന്നാണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള OTT പ്ലാറ്റ്ഫോം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. അതിൻ്റെ പേരാണ് സി സ്പേസ്. ഓക്കെ, ഇത് കേരളത്തിലാണ് നോക്കുക. ഓക്കെ, കേരളത്തിൻ്റെ, അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ്, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമാണ് ഈ സി സ്പേസ് എന്ന് പറഞ്ഞാൽ. അത് കേരളത്തിൻ്റെ ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ ബോബ് ജോൺസ് അവാർഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗോൾഫ് അസോസിയേഷൻ USGA, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അമേരിക്കയിലെ ഗോൾഫ് അസോസിയേഷൻ കൊടുക്കുന്ന ബോബ് ജോൺസ് അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ടൈഗർ വുഡ്സ് ആണെന്ന് നോക്കുക. ടൈഗർ വുഡ്സ് ഈ ഗോൾഫ് താരമാണെന്നും കൂടി നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനിയസ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ കൽപ്പാക്ക നോക്കുക. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ പ്രോട്ടോടൈപ്പ്
ബ്രീഡർ റിയാക്ടർ ആണവ നിലയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പാക്കാണെന്ന് നോക്കുക. ഓക്കെ. സോ മൂഡീസ് ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ 6.8% ഇന്ത്യൻ്റെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ സി സ്പേസ് ആണ്. ബോബ് ജോൺസ് അവാർഡ് നേടിയത് ടൈഗർ വുഡ്സ് ആണ്. ഫസ്റ്റ് ഇൻഡിജീനിയൽസ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കൽപ്പാക്കാണെന്ന് നോക്കാം. അടുത്താണ് നൂറുൽ ഇസ്ലാം സർവകലാശാല, അതായത് നിഷി എന്നാണ് അറിയപ്പെടുക. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സി തോമസ് ആണെന്ന് നോക്കാം. സോ ഈ നിച്ചി എന്ന് ഞാനിത് എഴുതാൻ കാരണം എന്താ വെച്ചാൽ ചില ഇതിലൊക്കെ കാണുന്നത് നിഷി വൈസ് ചാൻസലർ എന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ നൂറുൽ ഇസ്ലാം സർവകലാശാല എന്ന് പറഞ്ഞിട്ട് പഠിച്ചു നോക്കിയാലും ഈ ഷോർട്ട് ഫോമിലായിരിക്കും ചോദ്യം വരാം. അപ്പോൾ അത് ഓർത്തിരിക്കുക. നൂറുൽ, അതായത് NICHE, അതിൻ്റെ ഫുൾ ഫോം തന്നെയാണ് താഴെ എഴുതിയിട്ടുണ്ട്. നിഷി എന്ന് പറയുന്നത് നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എന്നാണ് ഈ നിഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. സോ അതിൻ്റെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ VC ആരാന്ന് ചോദിച്ചാൽ ടെസ്സി തോമസ് ആണെന്ന് നോക്കുക. ഈ ടെസ്സി തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ ടെസ്സി തോമസ് ഈ പ്രൊജക്റ്റ്, അതായത് അഗ്നി 5, അഗ്നി 4 ഈ 2 മിസൈലിൻ്റെയും പ്രൊജക്ട് ഡയറക്ടറായിരുന്നു ആര്, ഈ ടെസ്സി തോമസ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അഗ്നി 3 എന്ന് പറഞ്ഞ മിസൈലിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊജക്ട് ഡയറക്ടറും കൂടിയായിരുന്നു ഈ ടെസ്സി തോമസ് എന്ന് ഓർക്കുക. ഈ അഗ്നി 3ൻ്റെ ഈ സമയത്തൊക്കെ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഈ സമയത്തും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഈ ടെസ്സി തോമസിനെ വിളിക്കുന്ന പേരാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അഗ്നിപുത്രി എന്നും കൂടി ഇദ്ദേഹത്തിനെ ഇവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. സോ നിഷി യൂണിവേഴ്സിറ്റിൻ്റെ പുതിയ VC ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സി തോമസ് ആണ്. ഇദ്ദേഹം അഗ്നി 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു. ഓക്കെ, ആദ്യം ഈ അഗ്നി 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ട് അങ്ങനെയാണ് പിന്നെ ഇവരെ പ്രൊജക്ട് ഡയറക്ടർ ആക്കിയത്, ഏതിൻ്റെ അഗ്നി 4ൻ്റെയും അഗ്നി 5ൻ്റെയും. മാത്രമല്ല നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എന്നാണ് നിഷീൻ്റെ ഫുൾ ഫോം. ഇവരെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ അഗ്നിപുത്രി എന്നും കൂടി ഇവരെ വിളിക്കുന്നുണ്ട്. സോ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം സാറാണെന്നും കൂടി നോക്കാം. ഇനി ഈ അഗ്നി 4ഉം അഗ്നി 5നെ പറ്റിയിട്ടും നമുക്കൊന്ന് നോക്കണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പറയും, എന്നാലും ഒരു ചെറുതായിട്ട് നിങ്ങൾക്കൊരു അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ എഴുതുന്നത്. ഈ അഗ്നി 4 എന്ന് പറയുന്നത് ഒരു സർഫസ് ടു സർഫസ് എയർ മിസൈലാണ്. ഓക്കെ, സർഫസ് ടു സർഫസ് മിസൈലാണ്. ഇത് 2 സ്റ്റേജ് ഇതിനുണ്ട്. ഓക്കെ, 2 സ്റ്റേജ് സർഫസ് ടു സർഫസ് മിസൈലാണ്, അതായത് ഒരു സർഫസിൽ നിന്നും വേറെ സർഫസിലേക്ക്. അതാണ് അഗ്നി 4ൻ്റെ പ്രത്യേകത. സോ ഇതൊരു 2 സ്റ്റേജ് സർഫസ് ടു സർഫസ് മിസൈലാണ് നോക്കുക. മാത്രമല്ല ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്, ലോങ് റേഞ്ചാണ്, ന്യൂക്ലിയർ പവേർഡ് ആണെന്നും കൂടി നോക്കുക. സോ ഇതൊരു സർഫസ് ടു സർഫസ് മിസൈലാണ്. ഇത് ഈ നമ്മൾ ഈ അഗ്നി 4ഉം അഗ്നി 5ഉം അങ്ങനെ കുറേ മിസൈലുണ്ട്. അഗ്നി 1 മുതലുണ്ട്, പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ അഗ്നി 4ഉം 5ഉം ആണ്. ഈ അഗ്നി 4നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് സർഫസ് ടു സർഫസ് മിസൈലാണ്, ഒരു സർഫസിൽ നിന്നും വേറൊരു സർഫസിലേക്ക്, ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ഇതിനാണ് മറ്റേ അഗ്നി എന്ന് പറഞ്ഞാൽ സർഫസ് ടു സർഫസ് മിസൈലാണ്, 2 സ്റ്റേജ് ആണ്. മാത്രമല്ല ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്, ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4000 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരപരിധി വരുന്നത് നോക്കുക. ഓക്കെ, 4000 കിലോമീറ്റർ അതിൻ്റെ ദൂരപരിധി വരുന്നുണ്ട്. ഇതിൻ്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ 20 മീറ്റർ നീളമുണ്ട്, 17 ടണ്ണ് ഭാരവും ഇതിനുണ്ട്. 20 മീറ്റർ നീളവും 17 ടൺ ഭാരവും. മാത്രമല്ല സോളിഡ് പ്രൊപ്പലൻ്റ് സിസ്റ്റമാണിത്. ഈ പ്രൊപ്പലൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെ ത്രസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അതിൽ പല തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഒന്ന് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ക്രയോജനിക് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഇതുണ്ട്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോളിഡ് പ്രൊപ്പലൻ്റ് സിസ്റ്റം ആണെന്ന് നോക്കുക. സോ ഇതൊരു ന്യൂക്ലിയർ, അതായത് ന്യൂക്ലിയർ ആണവായുധം ഇതിൽ നമുക്ക് ഇതിൽ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ബാലിസ്റ്റിക് മിസൈലും ഉണ്ട്, ക്രൂയിസ് മിസൈലും ഉണ്ട് എന്നുള്ളത്. ഈ ബാലിസ്റ്റിക് മിസൈലും ഈ ക്രൂയിസ് മിസൈലും എന്താണെന്ന് നമ്മൾ പറയും. ഈ രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചല്ല നല്ല വ്യത്യാസമുണ്ട് ഈ ബാലിസ്റ്റിക്കും ക്രൂയിസ് മിസൈലും. സോ ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ് നോക്കുക, അതേപോലെ തന്നെ ന്യൂക്ലിയർ കേപ്പബിളും ആണെന്ന് കൂടി നോക്കുക. മാത്രമല്ല ഇതിന് ഈ യുദ്ധമുഖത്തേക്ക് ഈ ആണവായുധം വഹിച്ചു കൊണ്ടുപോകാനുള്ള ശേഷി എത്രയെന്ന് ചോദിച്ചാൽ 1 ടണ്ണോളം ഇതിനെ വഹിച്ചു കൊണ്ടുപോകാം. എത്ര? 4000 കിലോമീറ്ററേക്ക്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിൻ്റെ റേഞ്ച് എത്ര? 4000 കിലോമീറ്റർ ഇതിൻ്റെ റേഞ്ച്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരം എത്ര? ഈ അഗ്നി 4ൻ്റെ ഭാരമാണ് 17 ടണ്ണ്. ഇതിന് ഏതാണ്ട് ഒരു 1 ടണ്ണിൻ്റെ ഓളം
ഈ വാർലോഡ് ന്യൂക്ലിയറും കേപ്പബിൾ വഹിച്ചുകൊണ്ട് 1 ടണ്ണിൻ്റെ ഭാരം വഹിച്ച് 4000 കിലോമീറ്റർ പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് DRDO ആണ് ഡെവലപ്പ് ചെയ്തതും കൂടി നോക്കാം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 2 മെത്തേഡാണ് റിൻസ് ആൻഡ് മിൻസ് എന്ന് പറഞ്ഞിട്ട്. റിൻസ് എന്ന് പറഞ്ഞാൽ റിംഗ് ലേസർ ഗൈറോ ബേസ്ഡ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം. ഇത് ഈ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ റിൻസ് എന്താണെന്ന് ചോദിച്ചാൽ റിംഗ് ലേസർ ഗൈറോ ബേസ്ഡ്. അപ്പോൾ റിംഗ് ലേസർ ഗൈറോ ബേസ്ഡ് ഇനീഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നാണ് ഇതിൻ്റെ റിൻസിൻ്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ വേറൊരു ഇതും കൂടി ഇതിലുണ്ട്, മൈക്രോ നാവിഗേഷൻ സിസ്റ്റം, MINGS, മൈക്രോ നാവിഗേഷൻ സിസ്റ്റം. സോ നമ്മളിത് ബേസിക്കായിട്ട് ഇത്ര മാത്രം നോക്കി വെച്ചാൽ മതി. ഇതിൻ്റെ അപ്പുറം കൂടുതലൊന്നും ഈ പ്രൊപ്പലൻ സിസ്റ്റം എന്താണെന്നും ഇതൊക്കെ നോക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അഗ്നി 4 എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്, സർഫസ് ടു സർഫസ് ആണ്, 2 സ്റ്റേജ് ഇതിനുണ്ട്. അതിൻ്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ 17 ടണ്ണാണ്, 20 മീറ്റർ നീളമുണ്ട്, 4000 കിലോമീറ്ററാണ് ദൂരപരിധി. അതുകൊണ്ട് തന്നെ ഇതിന് 1 ടണ്ണിൻ്റെ ന്യൂക്ലിയർ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റും. DRDO ആണ് ഡെവലപ്പ് ചെയ്ത് റിൻസും മിൻസും ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടി നോക്കുക. സോളിഡ് പ്രൊപ്പലൻ സിസ്റ്റം വേണം കൂടി നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ഈ അഗ്നി ഇത് 4ആണെങ്കിൽ അഗ്നി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ 5 എണ്ണം ഉണ്ട്. ഈ അഗ്നി 1ൻ്റെ ദൂരപരിധി എന്ന് വെച്ചാൽ 700 മുതൽ, ഇത് ഫസ്റ്റ് ആയിരിക്കും അല്ലേ, 700 മുതൽ 800 കിലോമീറ്റർ അതിൻ്റെ ദൂരം ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അഗ്നി 1ൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ 700 മുതൽ 800 വരെ. അതിനുശേഷം പിന്നെ ഡെവലപ്പ് ചെയ്തു ഏത് അഗ്നി 2, അതിനൊരു 2000 കിലോമീറ്റർ വരെ ദൂരപരിധി കിട്ടി, അതിൻ്റെ കൂടുതൽ. അഗ്നി 3നോ 3500, അഗ്നി 4ന് 4000 കിലോമീറ്റർ, അഗ്നി 5ആണ് ഏറ്റവും കൂടുതൽ, കാരണം 5000ൻ്റെ മുകളിലേക്ക് പോകുന്നത്. ഇതൊരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്, ഭൂഖണ്ഡാന്തര മിസൈൽ, ഭൂഖണ്ഡ മിസൈൽ എന്നൊക്കെ പറയും ഇതിന്. ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് വരെ എത്താവുന്ന തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. അതുകൊണ്ടാണ്, കാരണം അതിൻ്റെ ദൂരപരിധി നമുക്ക് നോക്കിയാൽ 5000ൻ്റെ മുകളിലാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചാൽ അത് ചൈന വരെ എത്തും, ആ ദൂരപരിധി വരെ വരും. സോ ഇതൊരു ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈലാണ്, കാരണം ഒരിക്കലും വിക്ഷേപിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ തടയാൻ പറ്റുക ആകെ കൂടി ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. ഈ ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ചില താട് പോലുള്ള ചില ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് വരുമ്പോൾ അതിനെ ഒന്നിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നോ വിക്ഷേപിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന സമയത്തോ, അല്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തോ മാത്രമേ ഇതിനെ തടയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഇൻസെപ്റ്റേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ടേ നമുക്ക് തടയാൻ പറ്റുള്ളൂ എന്നും കൂടി നോക്കുക. അതുപോലെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ കയ്യും കെട്ടി നിൽക്കുക, നോക്കുക, അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ ഇത് ഈ അഗ്നി ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ IGMDB എന്ന് പറയും. അത് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഗ്നിയൊക്കെ ഡെവലപ്പ് ചെയ്ത് നോക്കുക. സോ ഒന്നിൻ്റെ ആണെങ്കിൽ 700 മുതൽ 800 കിലോമീറ്ററും, രണ്ടാമത്തെ ആണ് 2000ൻ്റെ മുകളിൽ, 3ആണെങ്കിൽ 3500, 4ആണെങ്കിൽ 4000. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ഏതാണ്ട് റേഞ്ച് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാണെങ്കിൽ ഒരു 1000ൻ്റെ അടുത്ത് നോക്കിയാൽ മതി, പിന്നെ 2ആണെങ്കിലോ 2000, 3ആണെങ്കിൽ 3500, 4ആണെങ്കിൽ 4000, 5ആണെങ്കിൽ 5000ൻ്റെ മുകളിൽ. ഇതാണ് ഫയർ ആൻഡ് ഫോർഗെറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ആണെന്ന് നോക്കുക. ഇൻ്റർസെപ്റ്റേഴ്സ് വഴി മാത്രമേ ഇത് നിർത്താനും പറ്റുള്ളൂ എന്ന് നോക്കുക. ഇത് ഡെവലപ്പ് ചെയ്ത ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗം ചോദിച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് ഡെവലപ്മെൻറ്റ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് കൂടി നോക്കുക. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഇതെന്താ സാധനം നമുക്ക് നോക്കാം. IGMDB ഇതിൻ്റെ മെയിൻ ആളാരാന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം എന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പദ്ധതിൻ്റെ മെയിൻ ആളാണെന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം എന്ന് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മിസൈൽ ടെക്നോളജിയിൽ നമുക്ക് ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കിട്ടാൻ, സെൽഫ് സഫീഷ്യൻറ്റ്, ഈ മിസൈലൊക്കെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ് ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് APJ അബ്ദുൽ കലാം എന്ന് നോക്കാം. അങ്ങനെ ഇതിൻ്റെ അപ്രൂവൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കിട്ടിയത്, നമുക്ക് ഇങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ള അപ്രൂവൽ കിട്ടിയതോ 1983 നോക്കുക. സോ IGMDB ഈ ഇതിൻ്റെ മെയിൻ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം സാറാണ്. മാത്രമല്ല 1983 ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ സെൽഫ് സഫീഷ്യൻറ്റ് മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനും കൂടി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു അഗ്നി 4 എന്ന് പറയുന്ന സർഫസ് ടു സർഫസ് മിസൈലാണെന്ന്. ഈ പല തരത്തിലുള്ള മിസൈലും ഉണ്ട്, അതായത് സർഫസ് ടു സർഫസ് ഉണ്ട്, ഓക്കെ, സർഫസ് ടു S2S എന്ന് പറഞ്ഞാൽ സർഫസ് ടു സർഫസ്, അതേപോലെ സർഫസ് ടു എയർ ഉണ്ട്,
അതേപോലെ എയർ ടു സർഫസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുണ്ട്. ഇത് S2S സർഫസ് ടു സർഫസിൽ പെടുന്ന കുറച്ച് മിസൈൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് പൃഥ്വി, അതേപോലെ തന്നെ ഒരെണ്ണമാണ് അഗ്നി മിസൈൽ. സോ അഗ്നി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു അത് S2S മിസൈലാണ്. അതേപോലെ തന്നെ ഒരെണ്ണമാണ് പൃഥ്വി മിസൈൽ. സോ പൃഥ്വി ഉണ്ട്, അഗ്നിയുണ്ട്. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ആണ്. അതേപോലെ അഗ്നി ആണെങ്കിലോ അത് ഇൻ്റർമീഡിയറ്റ് റേഞ്ചിലുള്ള മിസൈലാണ് നോക്കാം. സോ S2Sൽ പെടുന്ന രണ്ട് മിസൈലാണ്. ഒന്ന് പൃഥ്വി, രണ്ടാമത്താണ് അഗ്നി. പൃഥ്വിയാണ് ഷോർട്ട് റേഞ്ച്, ലോങ് റേഞ്ചിൽ പെടുന്നതാണ് അഗ്നി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു S2Aയിൽ പെടുന്ന സർഫസ് ടു എയർ മിസൈലുകളാണ്. ഈ സർഫസ് ടു സർഫസ് എന്ന് പറയുന്നത് ഒരു സർഫസിൽ നിന്നും മറ്റേ സർഫസിലെ ഒരു ടാർഗറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർഫസ് ടു സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്നും ചൈനയിലുള്ള ഒരു സാധനത്തിനെ ടാർഗറ്റ് ചെയ്യാൻ, അല്ലാണ്ട് ഒരു ആകാശത്ത് കൂടെ പോകുന്ന സാധനത്തിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഈ സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് കാര്യം പിടികിട്ടി, ആകാശത്തേക്ക് വിടുന്നതാണ്. സോ അതിനാണ് ആകാശ്, അതുപോലെ തൃശൂൽ അമ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ ആകാശും തൃശൂലും അത് സർഫസ് ടു എയർ മിസൈലാണെന്ന് നോക്കാം. ഏതൊക്കെ? തൃശൂലും ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ മീഡിയം റേഞ്ചാണ്. ഷോർട്ട് റേഞ്ചാണ് ഏത്? തൃശൂലും എന്നും കൂടി നോക്കാം. തൃശൂലം എന്നൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ നാഗ് എന്ന് പറഞ്ഞിട്ടൊരു അതുണ്ട്. ഈ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്, അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ മിസൈലാണ് നാഗ് എന്ന് പറയുന്നത്. ഈ ടാങ്കുകൾക്കൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിസൈലാണ്. അതായത് ഈ ടാങ്കൊന്നും ഈ നമ്മൾ ചെറിയ ടാങ്കൊക്കെ കണ്ടിട്ടില്ലേ, ആ ടാങ്കിനൊക്കെ ഇല്ലാണ്ടാക്കാൻ അമ്മാരി മിസൈലെ നമുക്ക് കിട്ടും. അതിന് ഉപയോഗിക്കുന്നതാണ് നാഗ്. സോ S2S മിസൈലിൽ പെടുന്നതാണ് പൃഥ്വി, അതുപോലെ തന്നെ അഗ്നി. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച്, അഗ്നിയാണ് ഇൻ്റർമീഡിയറ്റ്. പിന്നെ സർഫസ് ടു എയർ മിസൈലാണ് ഒന്ന് തൃശൂൽ, രണ്ട് ആകാശാണ് ഈ മീഡിയം റേഞ്ച്, മറ്റേതാണ് തൃശൂലാണെങ്കിൽ ഷോർട്ട് റേഞ്ച്. ടാങ്കിനെ ഇല്ലാണ്ടാക്കാൻ പറ്റിയ മിസൈലാണ് ഏത്? നാഗ് എന്നും കൂടി നോക്കുക. അടുത്താണ് നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റർസെപ്റ്റേഴ്സ്. അതായത് ഈ അഗ്നിയൊക്കെ തടയാൻ പറ്റിയത് ആകെ കൂടി ഒരു ഇൻ്റർസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ട് മിസൈൽ വെച്ചിട്ട് തടയാൻ പറ്റും. ഈ താഡ് ഇതിനൊരു ഉദാഹരണമാണ്. താഡ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫെൻസ്. ഓക്കെ, ഇത് US-ൻ്റെ സാധനമാണ്. ആൻറ്റി മിസൈൽ സിസ്റ്റമാണ്. മിസൈലിനെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് താഡ്. സോ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫെൻസിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർ ഡിഫെൻസ് ഏരിയ ഡിഫെൻസ് സിസ്റ്റം US-ൻ്റെ ആണെന്ന് നോക്കുക. ഷോർട്ട് റേഞ്ച് അതുപോലെ തന്നെ മീഡിയം റേഞ്ചുള്ള മിസൈലുകളെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർസെപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതും കൂടി നോക്കുക. ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫെൻസ് സിസ്റ്റം? സീൻ ഇൻ ദ ന്യൂസ്. ഇത് 2018 ചോദിച്ച ഒരു ചോദ്യമാണ് പ്രീവിയസ്. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓപ്ഷൻ എ an Israeli radar system. ഓപ്ഷൻ ബി India's indigenous anti-missile program. ഓപ്ഷൻ സി an American anti-missile system. ഓപ്ഷൻ ഡി എ ഡിഫൻസ് കൊലാബറേഷൻ ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, താഴെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ആൻറ്റി മിസൈൽ സിസ്റ്റം ആണ് നോക്കുക. മിസൈലുകളെ തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ഇന്ത്യയും ഇത് നോക്കുന്നുണ്ട്, മേടിച്ചിട്ടുണ്ട്. അടുത്താണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്നുള്ളത്. ഈ മിസൈലിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഷീൽഡ് അഗെയിൻസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ. അതായത് ബാലിസ്റ്റിക് മിസൈൽ അല്ല, നമ്മൾ പറഞ്ഞ ഡിഫൻസ് സിസ്റ്റമാണ്. ഈ ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡ് എന്താണ്? നമ്മൾ പറഞ്ഞു താട് പോലെ. സോ ഈ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചാൽ അതിനെ ഇപ്പം നമുക്ക് ഇന്ത്യക്ക് നേരെയാണെങ്കിൽ നമുക്ക് ഈ ബാലിസ്റ്റിക് മിസൈലെ തടയാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിഫൻസ്, ആ സാധനത്തിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, അത്രമാത്രം. അല്ലാണ്ട് നമ്മൾ പോയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനല്ല, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ തടയുക, അത്രമാത്രം. സോ ബാലിസ്റ്റിക് മിസൈലിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഷീൽഡ് അഗെയിൻസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ, ഒരു ഡിഫൻസ് പർപ്പസിന് മാത്രം, അല്ലാണ്ട് അറ്റാക്കിനോ ഒഫൻസിനോ വേണ്ടി എല്ലാന്നും കൂടി ഓർത്തിരിക്കുക. ഈ ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ പറഞ്ഞിരുന്നു വിക്ഷേപിച്ചാൽ എങ്ങനെയാണ് തടയാന്നുള്ളത്. അതൊന്നാണ് ടെർമിനൽ ഫേസ്. ഓക്കെ, അതായത് ഈ അറ്റ്മോസ്ഫിയർ, ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഇവിടുന്ന് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് ഭൂമിയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് എർത്താണ്. എർത്തിന് ചുറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എർത്തുനിന്ന് വിക്ഷേപിച്ചാൽ നേരെ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കും. അറ്റ്മോസ്ഫിയർ കടന്നിട്ട് പിന്നെ ഏത് ടാർഗറ്റിലേക്ക് എത്താണ്, അങ്ങനെയാണ് പിന്നെ ഇത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. സോ ഈ അറ്റ്മോസ്ഫിയറിന് ഈ ഡിസെൻറ്റ്, ഈ താഴ്ന്ന ഏരിയയിലേക്ക് എത്തുമ്പോൾ ഇതിനെ ഇല്ലാണ്ടാക്കാൻ ആണ് ഈ ടെർമിനൽ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒന്ന്, ടെർമിനൽ ഫേസിലാണ് അതിനൊന്ന് ഡിസ്ട്രോയ് ചെയ്യുക. രണ്ടാമത്താണ് മിഡ് കോഴ്സ് ഇൻ്റർസെപ്ഷൻ. അതാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെത്തേഡാണ് ഈ മിഡ് കോഴ്സ് ഇൻ്റർസെക്ഷൻ. അതായത് ഇത് ഇതിൻ്റെ ഈ
മധ്യ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഈ നമ്മുടെ താഴുന്ന സമയത്തല്ല, അതിൻ്റെ മുന്നേ തന്നെ ഇല്ലാണ്ടാക്കുന്ന മെത്തേഡാണ് ഈ മിഡ് കോസ്റ്റ് സെക്ഷൻ. പിന്നെ അടുത്താണ് ലിഫ്റ്റ് ഓഫ് സെക്ഷൻ, അതായത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെ ഇല്ലാണ്ടാക്കുക. അതാണ് ഈ 3 മെത്തേഡെന്നും കൂടി നോക്കുക. സോ ഒന്ന് താഴ്ന്ന സ്റ്റേജ് അല്ലേ, അതായത് ടെർമിനൽ ഫേസ്, താഴോട്ട്, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് പിന്നെ താഴോട്ട് ഏത് സ്ഥാനത്തേക്ക് എത്തേണ്ട ആ ഭാഗത്തേക്ക് എത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇല്ലാണ്ടാക്കുക. ഒന്നും അത്. രണ്ട് അതിനെ മിഡ് കോഴ്സ്, അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ ആ സമയത്തോ വെച്ചിട്ട് ഇല്ലാണ്ടാക്കുക. നമ്മൾ ന്യൂസിൽ ഒരിക്കലും നമ്മൾ കേട്ടിരുന്നു ഇന്ത്യ ഒരു ഇതിനെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്, അത് അറ്റ്മോസ്ഫിയറിൽ വെച്ച് അമ്മാതിരി രീതിയാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ടെർമിനൽ, അത് വിക്ഷേപിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ഇല്ലാണ്ടാക്കുക. അത് പക്ഷേ ഒരു രാജ്യത്ത് വെച്ചായതുകൊണ്ട് അധികം ചൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് മിഡ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ള ഒരു ചെറിയ ഡിഫൻസ് സിസ്റ്റമാണ് ഒന്ന് പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ഓക്കെ, അതിൻ്റെ വേറെ പേരാണ് പ്രദ്യുമ്ന ബാലിസ്റ്റിക് മിസൈൽ ഇൻ്റർസെപ്റ്റർ എന്നാണ് അതിൻ്റെ വേറെ പേര്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇൻ്റർസെപ്ഷന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സോ അറ്റ്മോസ്ഫിയറിക് ഇൻ്റർസെപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 50 തൊട്ട് 80 കിലോമീറ്റർ ഉയരം വരെയുള്ള അടുത്ത് വെച്ചിട്ട് ഇല്ലാണ്ടാക്കാം. ഇതിനൊരു 2 സ്റ്റേജ് മെത്തേഡാണ് കേട്ടോ. ഈ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജാണ്. അത് മെയിൻലി സോളിഡ് പ്രൊപ്പല്ലൻ്റാണ് അത് ഉപയോഗിക്കുന്നതും കൂടി നോക്കാം. സോ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്ന ബാലിസ്റ്റിക് മിസൈൽ ഇൻ്റർസെപ്റ്റർ എന്ന പേര് 50 തൊട്ട് 80 കിലോമീറ്റർ റേഞ്ചിലാണ് അതിനെ ഇല്ലാണ്ടാക്കുക. അതുപോലെ തന്നെ എക്സോ അറ്റ്മോസ്ഫിയറിക് ഇൻ്റർസെപ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നതും കൂടി നോക്കുക. അതേപോലെ തന്നെ അടുത്താണ് അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റം. അതിന് വേറെ പേരാണ് അശ്വിൻ ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം എന്നും കൂടി ഉണ്ട്. അഡ്വാൻസ് എയർ ഡിഫൻസിൻ്റെ അടുത്ത പേരാണ് അശ്വിൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇതൊരു എൻഡോ അറ്റ്മോസ്ഫിയറിക് ഇൻ്റർസെപ്ഷൻ ആണ്. അതായത് ലോ ആൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് ഇതിനെ ഇല്ലാണ്ടാക്കുക. സോ ഇതിനെ എൻഡോ അറ്റ്മോസ്ഫിയറിക് ഇൻ്റർസെപ്റ്റർ എന്ന് വിളിക്കുന്നു. ലോ ആൾട്ടിറ്റ്യൂഡ്, ചെറിയ ഹൈറ്റിൽ വെച്ചിട്ടാണ് ഇല്ലാണ്ടാക്കുക. അതായത് 30 കിലോമീറ്റർ. മറ്റേത് 50 തൊട്ട് 80 കിലോമീറ്റർ റേഞ്ചിലാണെങ്കിൽ ഇത് 30 കിലോമീറ്ററിനുള്ളിലാണ് ഇതിനെ ഇല്ലാണ്ടാക്കുക. ഇതിനെ സിംഗിൾ സ്റ്റേജ് ആണ്. ഈ പൃഥ്വി 2 സ്റ്റേജ് ആണെങ്കിൽ ഈ അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റം സിംഗിൾ സ്റ്റേജ് ആണ്. അത് സോളിഡ് ഫ്യൂവലാണ് ഇതിൽ ഉപയോഗിക്കുന്നതും കൂടി നോക്കാം. അടുത്താണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു അഗ്നി 4 മിസൈൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? 2014 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇറ്റ് ഈസ് എ സർഫസ് ടു സർഫസ് മിസൈൽ. 1. 2. ഇറ്റ് ഈസ് ഫ്യൂൽ ബൈ ദ ലിക്വിഡ് പ്രൊപ്പല്ലൻ്റ് ഒൺലി. 3. ഇറ്റ് ക്യാൻ ഡെലിവർ 1 ടൺ ന്യൂക്ലിയർ വാർ ഹെഡ് അബൌട്ട് 7500 കിലോമീറ്റർ അവേ. So select the correct answer using the code below. Option A 1 only, option B 2 only, 2 and 3 only, option C 1 and 3 only, option D 1, 2 and 3. ഇതിലത്തെ കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ്. സോ ഇത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ, അതായത് 1 എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് മിസൈലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ അഗ്നി മിസൈൽസൊക്കെ സർഫസ് ടു സർഫസ് മിസൈലുകളാണെന്നുള്ള 2 സ്റ്റേജ് ആണ്. സോ ഇതൊരു കറക്റ്റ് പോയിന്റ് ആണ്. ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. 2 എന്താ, ഇറ്റ് ഈസ് ഫ്യൂവൽ ബൈ ദ ലിക്വിഡ് പ്രൊപ്പല്ലൻ്റ് സിസ്റ്റം ഓൺലി. ഇത് ലിക്വിഡ് അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് സോളിഡ് പ്രൊപ്പല്ലൻ്റ് സിസ്റ്റം ആണെന്നുള്ളത്. സോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്താണ് ഇറ്റ് ക്യാൻ ഡെലിവർ 1 ടൺ ന്യൂക്ലിയർ വാർ ഹെഡ് അബൌട്ട് 1500 കിലോമീറ്റർ. ഇത് തെറ്റുത്തരാണ്. കാരണം എന്താ, ഇതിന് 1 ടൺ വാർ ഹെഡ് ക്യാരി ചെയ്യാൻ എത്ര 4000 കിലോമീറ്ററേ അതിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 only ആണെന്ന് നോക്കാം. അടുത്താണ് ദ 10th എഡിഷൻ ഓഫ് പ്രോ കബഡി ലീഗ് ചാമ്പ്യൻസ് ആരാന്ന് ചോദിച്ചാൽ പുനേറി പൽത്താൻ ആണെന്ന് നോക്കാം. സോ 10th എഡിഷൻ ഓഫ് 10th എഡിഷൻ ഓഫ് പ്രോ കബഡി ലീഗ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ പുനേറി പൽത്താൻ ആണ് നോക്കാം. അതുപോലെ തന്നെ ലീഗ് കപ്പ് കിരീടം നേടിയ ആരാന്ന് ചോദിച്ചാൽ ചെൽസിയാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തി നോക്കുക. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ആരാന്ന് ചോദിച്ചതെന്ന് ചോദിച്ചാൽ ഐവറി കോസ്റ്റാണ് നോക്കുക, നൈജീരിയനെ പരാജയപ്പെടുത്തി. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിലെ ബാസ്കറ്റ് ബോൾ നേടിയത് ആരാന്ന് ചോദിച്ചാൽ കേരള വനിതാ ടീമാണ് നോക്കുക. അതുപോലെ തന്നെ പുരുഷ വോളിബോൾ ജേതാക്കൾ ആരാന്ന് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസാണെന്ന് കൂടി നോക്കുക. സോ പ്രോ കബഡി ലീഗ് പുനേറി പൽത്താനാണ്. ലീഗ് കപ്പ് നേടിയത് ചെൽസിയാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നേടിയത് ഐവറി കോസ്റ്റാണ്. ഓൾ ഇന്ത്യ പോലീസ് മീറ്റ് വോളിബോൾ ആണെങ്കിലോ ആണുങ്ങളുടെ കേരള പോലീസാണ്. വനിതകളുടെ ബാസ്കറ്റ് ബോൾ വനിതകളുടെ ആണെങ്കിലോ കേരളമാണെന്നും കൂടി നോക്കുക. അടുത്താണ് ഇന്ത്യ ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് ഫസ്റ്റ് ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെൻറ്റർ ഇൻ വിച്ച് IIT. ഇന്ത്യയിലെ, അതായത് ഏത് IIT ആണ്
ഇന്ത്യയിലെ ആദ്യത്തെ ഭാരത് സെമി കണ്ടക്ടർ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നതെന്നാണ്. ഇന്ത്യയിലെ ആരാണ് സ്ഥാപിക്കാൻ പോകുന്നതാണ്? ഒന്ന് ഓപ്ഷൻ എ IIT ബോംബെ, ഓപ്ഷൻ ബി IIT മദ്രാസ്, ഓപ്ഷൻ സി IIT പൂനെ, ഓപ്ഷൻ ഡി IIT കാൺപൂർ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി IIT മദ്രാസ് ആണെന്ന് നോക്കുക. ഇന്ത്യയിലെ ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ മദ്രാസ് ആണെന്ന് നോക്കുക. ഓക്കെ, സോ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ നിർമ്മല സീതാരാമൻ ഈ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് റിസർച്ച് ഇന്നോവേഷന് വേണ്ടിയിട്ട് 1,00,000 കോടി 1 lakh crore ആണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഇന്നോവേഷൻ പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചതും കൂടി നോക്കുക. അടുത്താണ് വിച്ച് കൺട്രി ബിക്കം ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ടു എൻഷ്രൈൻ ദ റൈറ്റ് ടു അബോർഷൻ ഇൻ ഇൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ March 4. അതായത് 2024 മാർച്ച് 4 ഭരണഘടനയിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം ഏർപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ US, ഓപ്ഷൻ ബി UK, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ജർമ്മനി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണ് നോക്കുക. റൈറ്റ് ടു അബോർഷൻ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണെന്ന് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ടു കോമ്പാക്ട് ആൻഡ് പ്രൊട്ടക്ട് സിറ്റിസൺ ഫ്രം ദ ഫ്രോഡുലൻറ്റ് കോൾസ് ആൻഡ് മെസ്സേജ്. വ്യാജ കോള് അതുപോലെ സന്ദേശം നിന്നും പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടെലികോം വകുപ്പ് വികസിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ചക്ക, ഓപ്ഷൻ ബി ചാമ്പക്ക, ഓപ്ഷൻ സി ചക്സു, ഓപ്ഷൻ ഡി ചാരിയറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ചക്സു ആണ് കൂടി നോക്കുക. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടർ ലൊക്കേറ്റഡ് അറ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ് വരാൻ പോകുന്നതാണ്? ഓപ്ഷൻ എ ഗുരുഗ്രാം, ഓപ്ഷൻ ബി ഇസാർ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇസാർ ആണെന്ന് നോക്കുക. ഹരിയാനയിലെ ഇസാർ ആണെന്ന് നോക്കുക. ഇസാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാന, ഗുരുഗ്രാമും ഹരിയാനയിലാണെന്ന് കൂടി നോക്കുക. അടുത്താണ് ഓൾ ഇന്ത്യ റിസർച്ച് സ്കോളർ സമ്മിറ്റ് 2024 ഈസ് ഹോസ്റ്റഡ് ബൈ വിച്ച് IIT. 2024 ഓൾ ഇന്ത്യ റിസർച്ച് സ്കോളർ സമ്മിറ്റ് ഏത് IIT ആണ് നടത്തുന്നതാണ്? ഓപ്ഷൻ എ ബോംബെ, ഓപ്ഷൻ ബി മദ്രാസ്, ഓപ്ഷൻ ഡി ഗുവാഹത്തി, ഓപ്ഷൻ ഡി കാൺപൂർ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി മദ്രാസ് ആണെന്ന് നോക്കുക. ഇനി അടുത്താണ് BSF's ഫസ്റ്റ് ഫീമെയിൽ സ്നൈപ്പർ. സ്നൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് ഷൂട്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ അതിൻ്റെ BSFലെ ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമൻ കുമാരിയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. വനിതകളുമായിട്ട് ബന്ധപ്പെട്ട ആയത് കാരണം നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കുക. ഫസ്റ്റ് ഫീമെയിൽ സ്നൈപ്പർ ഇൻ BSF ആരാന്ന് ചോദിച്ചാൽ സുമൻ കുമാരിയാണെന്ന് നോക്കുക. നമ്പർ ഓഫ് മൂൺസ് ഇൻ യുറാനസ്. ഇപ്പോൾ ഈ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? യുറാനസിന് 28 എണ്ണം ഉണ്ട്, നെപ്റ്റ്യൂണിന് 16 എണ്ണം ഉണ്ട് എന്ന് നോക്കുക. സോ യുറാനസിന് 28 മൂണും നെപ്റ്റ്യൂണിന് 16 മൂണുണ്ടെന്ന് നോക്കാം. അടുത്താണ് കട്ടക് റുബ താരക്കാസി. കട്ടക് റുബ താരക്കാസി മോസ്റ്റ് ഓൾസോ നോൺ ആസ് എ സിൽവർ ഫിലിഗ്രി ഗോട്ട് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ടാഗ്. ഓക്കെ, GI ടാഗ് നേടിയിട്ടുണ്ട്. ഏത്? സിൽവർ ഫിലിഗ്രി അല്ലെങ്കിൽ കട്ടക് റൂബ താരക്കാസിക്ക് GI ടാഗ് നേടിയിട്ടുണ്ടെന്നും കൂടി നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇന്ന ടോപ്പിക്ക് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത ഒന്നും തന്നെ ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.